ചില പേഴ്സണൽ തിരക്ക് മൂലം ബേസിലിൻ്റെ പൊന്മാൻ എനിക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ബിലാലിക്കയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൊന്മാൻ OTT റിലീസ് റിവ്യൂ ഞാൻ ആരംഭിക്കുകയാണ്. ജി ഇന്ദുഗോപൻ്റെ 4 ചെറുപ്പക്കാർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് പൊന്മാൻ. പേരിലുള്ളതുപോലെ പൊന്നാണ് ഇവിടുത്തെ വിഷയം. കൊല്ലത്തെ കടലും തുരുത്തുമൊക്കെ പശ്ചാത്തലമാക്കിയാണ് സിനിമ എടുത്തിരിക്കുന്നത്. കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഷയമാണ് സ്വർണം. അങ്ങനെ ഒരു കല്യാണത്തിന് സ്വർണം കാരണമുണ്ടാകുന്ന കോലാഹലങ്ങളാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കല്യാണക്കഥയിലെ വധു സ്റ്റെഫി ഗ്രാഫിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ലിജോ മോളാണ്. വരൻ മരിയാനോയായി എത്തുന്നത് സജിൻ ഗോപുവാണ്. വധുവിൻ്റെ ആങ്ങള ബ്രൂണോയെ അവതരിപ്പിച്ചിരിക്കുന്നത് ആനന്ദ് മന്മഥനാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് PP അജേഷ് എന്ന ജുവലറി ഏജൻ്റായാണ് കഥാനായകൻ ബേസിൽ ജോസഫ് എത്തുന്നത്. ഈഗോ ആൻഡ് ഡെസ്പറേഷൻ, ഈ 2 ഇമോഷൻസാണ് സിനിമ കഥാപാത്രങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പെർഫോമൻസ് സൈഡിൽ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. എടുത്തു പറയേണ്ടത് ബേസിലിൻ്റെ പ്രകടനമാണ്. ആൻഡ് ഈ PP അജേഷ് എന്ന ക്യാരക്ടർ ബേസിലിൻ്റെ ഇതുവരെയുള്ള ആക്ടിങ് കരിയറിലെ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് വേണം പറയാൻ. നല്ല നെഞ്ചുറപ്പുള്ള സ്റ്റബേൺ ക്യാരക്ടർ. അടുത്ത എടുത്തു പറയേണ്ടത് സജിൻ ഗോപുവിൻ്റെ പെർഫോമൻസ് ആണ്. ആവേശത്തിൽ കണ്ട അമ്പാൻ്റെ കോമഡി സൈഡ് എടുത്ത് കളഞ്ഞാൽ എന്താണോ അതാണ് സജിൻ ഗോപുവിൻ്റെ മരിയാനോ. മേക്കപ്പ് തീരെ ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടാണ് കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസും ഒട്ടും തന്നെ ആർട്ടിഫിഷ്യൽ അല്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെ ഒരു മഹേഷിൻ്റെ പ്രതികാരം ടച്ച് തോന്നിയിരുന്നു. ആൻഡ് ഇതൊരു നെഗറ്റീവ് ഫാക്ടറായിട്ടല്ല ഞാൻ പറയുന്നത്. ആൻഡ് അത് കോപ്പി അടിച്ചിട്ടുണ്ടെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടെയൊക്കെ ഒരു മഹേഷിൻ്റെ പ്രതികാരം ടച്ച് തോന്നിയിരുന്നു. പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസാണ്. ആൻഡ് ദേ വർ ഓൾ ഗുഡ്. സനു ജോൺ വർഗീസാണ് സിനിമാറ്റോഗ്രഫി ഒരു ഡീസൻറ്റ് വർക്കായിരുന്നു. സോ ഓവറോൾ പൊന്നിൻ്റെ പേരിലുണ്ടായ ഈഗോൻ്റെയും നിവൃത്തികേടിൻ്റെയും പച്ചയായ അവതരണമാണ് പൊന്മാൻ. ആകെ 2 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ആൻഡ് ഒട്ടും തന്നെ എവിടെയും ലാഗ് അടിച്ചില്ല. സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സോ കാണാത്തവർ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക. ഇനി ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ മൂവീസ് ആൻഡ് ഗെയിമിംഗ് കണ്ടൻസിനായി വാട്സ്ആപ്പ് വീക്കെൻഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.